വെൽക്കം ടു റഹാനാസ് മാജിക് കിച്ചൺ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ചിക്കൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. നമുക്കാദ്യം ചേരുവകൾ നോക്കാം. ബാസ്മതി റൈസ് 1/2 കിലോ, ഉള്ളി അരിഞ്ഞത് 5 എണ്ണം, തക്കാളി അരിഞ്ഞത് 2 എണ്ണം, ഉപ്പും കുരുമുളകും ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച ചിക്കൻ 1/2 കിലോ, തേങ്ങയും മല്ലിയും നന്നായി വറുത്ത ശേഷം അരച്ചെടുത്തത് 1/2 കപ്പ്, പച്ചമുളക്, മല്ലിയില, ഇഞ്ചി, വെളുത്തുള്ളി, പുതിന എന്നിവ ചേർത്ത് അരച്ചെടുത്തത് 1/2 കപ്പ്, ഗരം മസാല 2 ടേബിൾ സ്പൂൺ, സ്പൈസസ് ആവശ്യത്തിന്, ചെറുനാരങ്ങ 1 കഷ്ണം, എണ്ണ ആവശ്യത്തിന്, നെയ്യ് ആവശ്യത്തിന്, മല്ലിയില ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്, അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി, ഉള്ളി, ക്യാരറ്റ്, കറിവേപ്പില എന്നിവ വറുത്തെടുത്തത് ആവശ്യത്തിന്. ഇനി ഒരു പാനിൽ സ്പൈസസും ചെറുനാരങ്ങയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളം നന്നായി തിളപ്പിച്ചെടുക്കാം. വെള്ളം തിളച്ച് വരുമ്പോൾ അല്പം നെയ്യ് ചേർത്തതിന് ശേഷം 1/2 കിലോ ബസ്മതി അരിയും കൂടി ഇട്ട് കൊടുക്കാം. ബസ്മതി അരി ആയതുകൊണ്ട് നമ്മൾ കുറച്ച് മുമ്പേ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം. അതിനുശേഷം വേണം തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് അരി ഇട്ട് കൊടുക്കാൻ. ഇനി നമുക്ക് പാത്രം അടച്ചു വെച്ച് അരി വേവിച്ചെടുക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലൽപ്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഉള്ളി നന്നായി വഴറ്റി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ച ടൊമാറ്റോയും കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളിയും തക്കാളിയും നന്നായി മിക്സായി വന്നതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാം. ഇതിലേക്കിനി അരച്ചു വെച്ച പച്ചമസാല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ ഒരു പച്ചമുളകിൻ്റെയും മല്ലിയിലയുടെയും ഒക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ട് കുക്ക് ചെയ്യാം. മസാല നന്നായിട്ട് കുക്കായിട്ട് അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി ഈ മസാലയിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ ആഡ് ചെയ്യാം. ചിക്കൻ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ചിക്കൻ വേവിക്കാൻ വേണ്ടി ഉപയോഗിച്ച വെള്ളം അതുപോലെ തന്നെ ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് ചിക്കനും അതിൻ്റെ സ്റ്റോക്ക് വാട്ടറും നേരത്തെ ഉണ്ടാക്കിയ മസാലയൊക്കെ നന്നായി മിക്സ് ചെയ്ത് ആ വെള്ളത്തിൽ കിടന്ന് ചിക്കൻ ഒന്നും കൂടി ഒന്ന് വേവ് കറക്റ്റ് ആവാൻ വേണ്ടി വിട്ടു കൊടുക്കാം. നമ്മുടെ മസാല നന്നായിട്ട് വറ്റി തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. തേങ്ങയുടെ അരപ്പും കൂടി ഇതിലോട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം.
ഇനി നമുക്ക് റൈസ് എന്തായെന്ന് നോക്കാം. വേവായിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ലെയറിങ്ങിലേക്ക് കടക്കാം. ആദ്യം റൈസ് കൊണ്ട് തന്നെ ലെയർ ചെയ്യാം. മാറി മാറി ബിരിയാണി റൈസും മസാലയും ലെയർ ചെയ്ത് കൊടുക്കാം. ഇടയിൽ നമ്മൾ നേരത്തെ വറുത്തെടുത്ത ഉള്ളി, കാഷ്നട്ട്, കറിവേപ്പില, ക്യാരറ്റ്, ഉണക്കമുന്തിരി അവയൊക്കെയും കൂടി വിതറി കൊടുക്കാം. ലെയറിങ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമുക്കിത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ചെറിയ ഫ്ലെയിം ഇട്ട് കൊടുക്കാം. ശേഷം ഓഫ് ചെയ്ത് 15 മിനിറ്റ് അങ്ങനെ തന്നെ വെച്ച് കൊടുക്കാം. നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. സാലഡിൻ്റെ കൂടെ ചൂടോടെ വിളമ്പാം.